ഹലോ, വെൽക്കം ബാക്ക് ടു ദേവീസ് പാർക്ക്. നമ്മളിന്ന് ഒരു യാത്ര പോവുകയാണ്. നാട്ടിൽ തന്നെയാണുള്ളത്, നമ്മൾ തിരിച്ചു പോയിട്ടില്ല. നമ്മളിന്ന് മാഹി പള്ളിയിൽ പോവുകയാണ് കേട്ടോ. മാഹി പള്ളിയിൽ പെരുന്നാളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം തീരാനായി 2 ദിവസം കൂടി ഉള്ളൂ. അപ്പം നമ്മളിന്ന് പെരുന്നാൾ കൂടാൻ വേണ്ടിയിട്ട് പോവുക, പള്ളിയിൽ പോവുക. ഞാൻ ആകെ ഒരു പ്രാവശ്യം അങ്ങോട്ട് മാഹി പള്ളിയിൽ പോയിട്ടുള്ളൂ, വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ ഏതായാലും വന്നതല്ലേ, അപ്പം നമ്മൾ അതിന് വേണ്ടി പോവുക. ചേച്ചിയുണ്ട്, പിള്ളേരുണ്ട്, അമ്മച്ചിയുണ്ട്, മറ്റേ ചേച്ചിയുണ്ട്. മറ്റേ ചേച്ചിയല്ല, ചേച്ചി. അപ്പം നമ്മളിവിടുന്ന് പോവുകയാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മളിന്ന് പോകുന്ന കാഴ്ചകളൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പം നമുക്ക് മെയിനായിട്ട് നമ്മൾ മാഹിയിൽ. അപ്പം ബൈ, നമുക്കതെല്ലാം ഒന്ന് കണ്ടിട്ട് വരാവേ. ഐശു ഏൻ പഠിത്തീ ഐശ്വര്യ നമ്മൾ പുറകിലാക്കി, ഞങ്ങൾ മുമ്പിൽ കയറി. ചേച്ചിനെ കാണുന്നില്ലല്ലോ, ചേച്ചി കൊടി നോങ്ങിക്കൊടി. കുഴപ്പമില്ല, നമ്മള് വെച്ചിട്ടില്ലേ, നമ്മൾ സുരക്ഷിതരായി. നമ്മുടെ പഴയ പാലം, ഈ പാലം ചേച്ചി അവിടെ തന്നെ ഒളിഞ്ഞു നോക്കുന്നു. ഉറക്കം വരുന്നുണ്ടോ ഐശു? ഉറങ്ങണ്ട കേട്ടാ, കാഴ്ചകൾ കാണുന്നു. മോനോട്ടൊരു പാവം ദേ കിടന്നു, കിടന്നേക്ക് നോക്കിക്കോ എങ്ങനെയാന്ന്. ചൊങ്ങിക്കൊടിയാ ചൊങ്ങിപ്പോയാന്ന്. ഇത് എവിടെ പോയിട്ട് നിൽക്കും? ശിവപുരം. അതെന്നേരം അവിടുന്ന് പിന്നെ മേലോട്ടേക്ക് വെക്കുവോ? ഇവിടെ ആവുമ്പോ പിന്നെ നമുക്ക് സ്വസ്ഥമായിട്ട് പോവാ. എന്ന് വെച്ചാൽ വേറെ വണ്ടി ശല്യോ ബസ്സോ അങ്ങനത്തെ കാര്യങ്ങളോ. അല്ല, ഇത് എത്ര കിലോമീറ്റർ ഇവിടുന്ന് നമ്മൾ ഉള്ളോട്ട് ലാഭിക്കാൻ പറ്റും? മെയിൻ റോഡിൽ കൂടി പോകുന്നതിനേക്കാളും കിലോമീറ്റർ ഒന്നും ലാഭിക്കാനല്ല, 2 കിലോമീറ്റർ അങ്ങാണ്ട് കിട്ടും. പക്ഷെ ലാഭിക്കാനല്ല ഇത് പോകുന്നത്. ബ്ലോക്കും ഇല്ല, സ്വസ്ഥമായിട്ട് പോവാം. ഇത് ഇവിടുന്ന് 2 കിലോമീറ്റർ കഴിഞ്ഞാൽ നമ്മൾ ഇനി മെയിൻ റോഡാണ് കുട്ടിയിലെ ഓടപ്പോയില്ലേ എന്ന് പറഞ്ഞു താടി വെളുത്തിട്ട് എന്നെ കാണിക്കട്ടെ. താടി വെളുത്തിരിക്കുന്നു, ഓടപ്പൂ വിട്ട പോലെ. ഇവരോട് ക്ഷമിക്കണം. എന്താന്ന് പറഞ്ഞേ? അയ്യോ, അങ്ങനെയൊന്നും അല്ല ദൈവമേ, അത് എന്തൊക്കെയോ ആക്കി എടുക്കുന്നുണ്ട്. അങ്ങനെയല്ല, 10 പച്ചത്തത്ത അങ്ങനെയൊന്നും അല്ല. ആ, അങ്ങനെയൊന്നും അല്ല. അത്രയും പൊളി. അവരും തോറ്റുപോയി, നിങ്ങളും തോറ്റിരിക്കുന്നു ഈ കളിയിൽ. നമ്മളത് ശ്രമിച്ചു നോക്കിയായിരുന്നു. കമന്റ് ചെയ്യണം.
ഇരിക്കുന്നു. ഇതാണ് മാഹിപ്പലം. ഇതാണ് ബീച്ച്. പക്ഷെ അവിടെ നമ്മളങ്ങനെ പള്ളിയിലൊക്കെ പോയി ഇതേ പള്ളി കഴിഞ്ഞ് ഇറങ്ങി ഇതേണ്ട ഇവിടെ നമ്മളിങ്ങനെ കാണാൻ വേണ്ടി വന്നിരിക്കുന്നു. നല്ലൊരു അവിടെ കണ്ടോ തിരയടിച്ച് വരുന്ന ഒരു പട്ടി ദേ അവിടെ തന്നെ നിൽക്കുന്നു. പട്ടി തിരയെണ്ണ നിൽക്കുന്നതാന്ന് തോന്നുന്നു കേട്ടോ. മോനോട്ടിന് അതൊന്നും ഒരു വലിയ ഇൻട്രസ്റ്റ് ഉള്ള കാര്യമല്ല അല്ല മോനോട്ടാ. അങ്ങനെ കണ്ടോ ഒരു ബോട്ട് വരുന്നത്. ഇത് മീൻ ബോട്ടാണ്, മീൻ പിടിക്കാൻ പോയ ബോട്ടാന്ന് തോന്നുന്നു കേട്ടോ ഈ വരുന്നത്. ഇവരൊക്കെ എത്ര ദിവസം മുമ്പ് മീൻ പിടിക്കാൻ പോയതാന്ന് ആർക്കറിയാം. നോക്കി ഇങ്ങനെ പോയിട്ട് ദേ അവിടെ കണ്ടോ അങ്ങോട്ടാന്ന് തോന്നുന്നു ഈ ബോട്ട് ലക്ഷ്യം വെച്ച് പോകുന്നത്. നമ്മൾ ഇങ്ങനെ നടന്ന് 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 ഈ കടലിൻ്റെ നടുക്കൂടി ഇങ്ങനെ പോവുകയാണ്. ചേച്ചിനെ കടിക്കാൻ വെച്ചാ ഗൈസ് നമ്മൾ അങ്ങനെ നോക്കിക്കേ ഒരു ഉടുമ്പിനെ കണ്ടിരിക്കുകയാണ്. ഞാൻ വിചാരിച്ചു ഇത് വലിയ ഓന്ത അല്ലെങ്കിൽ അരണയാണ് ഞാൻ വിചാരിച്ചത് കേട്ടോ. പക്ഷെ സംഭവം ഇത് ഉടുമ്പാണ്. ഇതിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നോക്കൈശു. നമ്മളങ്ങനെ അവസാനം ഒരു പിള്ളേരുടെ ഒരു ചെറിയൊരു പാർക്ക് കൂടി ഉണ്ട് കേട്ടോ. അവിടെ എത്തിയത് മോൻട്ടൻ എന്നാ ചെയ്യണ്ടേന്ന് ഓർത്തോണ്ട് ഓടുന്നു. എവിടെയാ കയറണ്ടേന്ന് ഓർത്തോണ്ട്. അതിന്റെ മുകളിൽ കയറിയാൽ വീഴും മോനുട്ടാ. വീഴല്ലേ? അവിടെ നിൽക്കും അവരങ്ങോട്ട് പോട്ടെ, അവരങ്ങോട്ട് പോട്ടെ. മോനുട്ടിന് ഇതിനകത്ത് ഈസി ആയിട്ട് കയറി ഇറങ്ങി വന്നു. പക്ഷെ ഐശുവിന് കയറാൻ പറ്റത്തില്ല. ഐശു ബാക്കിലോട്ട് വന്നു. മോനുട്ടി അടുത്ത് അതിന്റെ കയറി വീണേക്കല്ലേ. ബോട്ടുകളൊക്കെ കിടക്കുന്നുണ്ടോ? നമ്മളിങ്ങനെ തലശ്ശേരിയിലോട്ട് ടൗണിലോട്ട് പോയിക്കൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ. അപ്പൊ അവിടെ നോക്കി വേണ്ട നിന്നെ എനിക്ക് പേടിയാ മോനൂട്ടാ. ഇത് ഇന്നുണ്ട് ബോട്ടുകളൊക്കെ കിടക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ മത്സ്യബന്ധനം കഴിഞ്ഞിട്ട് ഇവിടെ ഫിഷ് മേടിച്ച് കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് ഇവര് ഡയറക്റ്റ് മീനെല്ലാം എടുത്തിട്ട് പോകുന്ന സ്ഥലം കേട്ടോ. ഇത് കണ്ടോ ഇവരുടെ മേടിക്കാൻ ഫിഷിങ്ങിന് പോകുന്ന സാധനങ്ങളൊക്കെ കണ്ടോ. കൊട്ട, ചെരുപ്പ്, ഇതിനകത്തൊക്കെ വെള്ളമൊക്കെ ആയിരിക്കും അല്ലേ. ഇവര് സംഭരിച്ചുകൊണ്ട് കുറെ ദിവസത്തിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കുമല്ലേ പോകുന്നത് അല്ലേ മീൻ പിടിക്കാൻ വേണ്ടി. അത് അവര് ഇതിനകത്തുനിന്ന് തന്നെ എനിക്ക് പേടിയണേ. ഇതിനകത്ത് തന്നെ ഇവര് ചോറും കറിയൊക്കെ വെക്കുന്നത് അല്ലേ. എന്താ നമ്മുടെ ഇതെല്ലാം ഫിഷിംഗ് ബോട്ടുകളാണ് കേട്ടോ. കിടക്കുന്നത് കണ്ടോ എല്ലാ ബോട്ടുകളും. ഇവിടെ എല്ലാം മീൻ വരും, ഡയറക്റ്റ് മീൻ. അയ്യോ അങ്ങനെയൊന്നും പോകല്ലേ. നിന്നെ എനിക്ക് വിശ്വാസമില്ല, നിന്നെ തീരെ എനിക്ക് വിശ്വാസമില്ല. എനിക്ക് ഇവിടെ ഒരു ചേട്ടൻ കണ്ടോ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ചൂണ്ടായിടുന്നു. ചൂണ്ടയിട്ടില്ല, അകലെ ഗലീജ് നീര് ഇവിടെ. ഓക്കെ ഇത് കണ്ടോ ചൂണ്ടയിടുന്ന കണ്ടോ. ബാംഗ്ലൂർ ഇഷ്ടം പോലെ കിട്ടുന്ന പോൾ റോഡ് കണ്ടോ. ഇതാണ് പോൾ റോഡ് കേട്ടോ. കണ്ടോ കണ്ടോ ചേട്ടൻ ചൂണ്ടയിട്ടിട്ടുണ്ട്. നല്ല മീൻ കിട്ടുമോ നോക്കാലോ നമുക്ക്. അയ്യോ ഒന്നും കിട്ടിയില്ല. ചായ കുടിക്കാൻ നേരത്ത് കണ്ടില്ല മല സാധനമാണ് ഇവിടെ പിടിക്കുന്നത്. പിന്നെ മൈദയോ? ഓ ഇത് ഇതിനകത്ത് കോർത്തിടുവോ മൈദ? അന്നേരം അത് വന്നിട്ട് മീൻ പിടിക്കുവോ അതിനകത്ത്? എന്ത് അയ്യോ അതിനകത്ത് കിട്ടുന്ന മീനാണോ പിടയ്ക്കുന്നത്? ഐശ്വന്റെ ആഗ്രഹപ്രകാരം ബ്ലസ്സൻ ഒരു ശംഖ് എടുത്തു കൊടുത്തിരിക്കുന്നു. ശ്രദ്ധിക്കണേ ശംഖും വെൺചാമരവും കാണിച്ചു യേശു. ജീവനുണ്ടോ അതിന്? ഇങ്ങോട്ടൊന്നും പോകണ്ട. ഈ ചേട്ടന്റെ ചൂണ്ടൽ കൊത്തി അവിടെ. ഞങ്ങള് നിൽക്കുന്നുണ്ടാണോ പേടി? ചേട്ടാ കാണിക്കൂ ചേട്ടൻ മീൻ.
ഇത് മത്തിയാണോ? എന്താ പേരിന്റെ? മലാലോ? ഐഷു ഐഷു നോടാ. അതിന്റെ വായിക്കകത്ത് ചൂണ്ട കേറി അറിയിക്കട കാല് കാലത്തേക്ക് ഇഷ്ടം. മോനൂട്ടനും ഐശുവിനും കടൽ കാണുന്ന ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവരെ കടൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുകയാണ്. നമ്മളങ്ങനെ എവിടെ എത്തിയെന്നറിയാമോ? മുഴുപ്പിലങ്ങാട് ബീച്ചിലെത്തി. ഇപ്പം ഡ്രൈവിൻ ബീച്ചാണ് മുഴുപ്പിലങ്ങാട് ബീച്ച്, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം നമ്മുടെ ഇവിടെ ഫ്രഷായിട്ട് ഇപ്പോൾ ഇവിടെ മീൻ വന്നിട്ടുണ്ട് കേട്ടോ. വലയ്ക്കകത്ത് മീൻ ഇപ്പോൾ ഇങ്ങോട്ട് ഇറക്കുന്നുണ്ട്. നമുക്കതൊന്ന് പോയിട്ട് നോക്കിയിട്ട് വരാം. നമുക്ക് കിട്ടുവാണെങ്കിൽ ഇവിടുന്ന് ഫ്രഷായിട്ട് മേടിക്കുകയും ചെയ്യാം. ഫ്രഷ് ലോകത്തിന് നിൽക്കണേ നല്ല ഫ്രഷായിട്ടുള്ള പിടയ്ക്കുന്ന അയല ഉണ്ട്. അതേ വലയിൽ വന്നിട്ട് ഇപ്പം നേണ്ട ഇവിടെ കൊണ്ട് ഇറക്കുന്നതേ ഉള്ളൂ. ഈ ചേട്ടന്മാർ കണ്ടോ കയറെ പിടിച്ച് വലിക്കുന്നത്? കുറേ ചേട്ടന്മാർ നിന്നുകൊണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചു അവിടെ ഒരു വള്ളമുണ്ട്, അപ്പോൾ ആ വള്ളം ഇവിടുന്ന് ഇങ്ങനെ വലിച്ച് അടുപ്പിക്കുന്നതെന്നാണ് വിചാരിച്ചത്. പിന്നെയാണ് സംഭവം മനസ്സിലായത് കേട്ടോ. അവിടെ വല ഇട്ടിട്ടുണ്ട്, ആ വലയാണ് ഇവർ കിടന്ന് വലിക്കുന്നത്. ചേച്ചി നോക്കിക്ക് ഡാൻസ് കളിച്ചോണ്ട് വരുന്നത്. ചേച്ചി ഡാൻസ് കളിക്കുക. ഐശ്വര്യ ഓടി വരും. പാതി കയറില്ല, ടൈറ്റ് അടിയിരിക്കുന്നത്. സാരമില്ല, നനഞ്ഞ കുഴപ്പമില്ല. ഡ്രൈവിംഗ് ബീച്ചാണ് കേട്ടോ. അതുകൊണ്ട് വണ്ടികളെല്ലാം വന്ന് കിടക്കുന്നത് കണ്ടോ. നമ്മൾ സാധാരണ ബീച്ചിലോട്ട് വണ്ടിയൊന്നും ഇറക്കാൻ പറ്റത്തില്ലല്ലോ. ഇതേ തിരയൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാൻ വെമ്പൽ കൊണ്ട് നിൽക്കുകയാണ് ഗൈസ്. ഐഷു ആണ്ടെ വെള്ളത്തിനകത്ത് വീണാ. മോനൂട്ടിന് പേടിയാ കേട്ടോ, അവന് ഓടി. മോനൂട്ടിന് ഐഷു എന്ത് ഹാപ്പിയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ. അത്ര ഹാപ്പിയാ അവര്. സ്വിമ്മിങ് ആണ് കടലിനകത്ത്. കരക്ക് കിടന്നുണ്ട്. അര എന്നതായിരുന്നു, മുട്ടോളം വെള്ളത്തിൽ കിടന്നുകൊണ്ട് നീന്തുന്നു. നമ്മുടെ സൂര്യൻ ഇങ്ങനെ ചുമന്ന് തുടുത്ത് നിൽക്കുകയാണ് കേട്ടോ, അസ്തമിക്കാൻ വേണ്ടിയിട്ട്. നേരെ പിള്ളേര് ചേച്ചി എല്ലാം നേരെ കളിച്ചോണ്ടിരിക്കുന്നത്. അമ്മച്ചിയും ചേച്ചിയും രണ്ടുപേരും ഇറങ്ങിയില്ല കേട്ടോ. അവർ ആ കരയ്ക്ക് തന്നെ നിന്നിട്ട് പിന്നെ തിരിച്ചു കയറി വണ്ടിക്കകത്ത്. ആ വേണ്ട വേണ്ട, ഇങ്ങോട്ട് 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 ഇങ്ങോട്ട്. കടലിന്റെ തിരമാലകളുടെ എണ്ണം കൂടി, ശക്തിയും കൂടി അല്ലേ. ഇതാ രസം നോക്കിയ സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാൻ വെമ്പി നിൽക്കുവാണ്. ചേച്ചി ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇത് മുഴുപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ചാണെന്ന്. അപ്പം നോക്കിക്ക് കാറുകള്, പിന്നെ ബൈക്കുകള്, ഇതൊക്കെ ഇവിടെ എല്ലാം വണ്ടി. പിന്നെ ഈ തിരമാലയ്ക്കകത്തൂടി ഇങ്ങനെ സൈഡിൽ കൂടി ഓടിക്കുന്നവരുണ്ട് കേട്ടോ. പക്ഷെ ഇപ്പൊ ഇവിടെ ആരെയും ഓടിക്കുന്നവരെ കാണുന്നില്ല. ഓ ഇതുങ്ങളെല്ലാം ആ കാറ് വെള്ളത്തിറങ്ങോ? ഇറങ്ങൂ ഇറങ്ങൂ ഇറങ്ങൂ, ഞങ്ങളത് കാണട്ടെ. ഇറങ്ങിയില്ല. ഡ്രൈവിംഗ് ബീച്ചിൽ കൂടി നമ്മൾ ഡ്രൈവ് പോവുകയാണ്. പക്ഷെ കരക്കൂടിയാണേ ഉള്ളൂ. കുറേ നേരം പിള്ളേർ ഈ കടലിനകത്ത് കിടന്ന് കളിച്ചു കേട്ടോ. അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു.
കഴിഞ്ഞ് നമ്മളിപ്പം പോവുകയാണ് കേട്ടോ. നമ്മളിവിടെ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ 2-3 പ്രാവശ്യം വല വന്നേ. അതിനകത്തൊക്കെ ഫിഷ് ഉണ്ടായിരുന്നു. നമ്മളങ്ങനെ ഇവിടുന്ന് 1 കിലോ ഫിഷ് മേടിച്ചു. 100 രൂപ ഉണ്ടായിരുന്നുള്ളൂ അയലയ്ക്ക്. നല്ല ലാഭമല്ലേ. ജസ്റ്റ് ഒന്ന് അവിടെ വരെ പോയിട്ട് വരാം. പക്ഷെ അതിനകത്ത് ലൈഫ് ജാക്കറ്റ് ഇല്ലാണ്ട് അങ്ങോട്ട് കൊണ്ടുവിടത്തിലായിരിക്കും. നമ്മളങ്ങനെ മുഴുപ്പിലങ്ങാട് നിന്ന് പിന്നെ നമ്മൾ വിമാനത്താവളം കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പം വന്നിരിക്കുന്നത് കേട്ടോ. കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഇതുവരെയും കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറുന്നത്. ആദ്യമായിട്ടാണ് ഇവിടെ ഞങ്ങൾ എല്ലാവരും തന്നെ കാണാൻ വേണ്ടി വരുന്നത്. 20 മിനിറ്റ് സമയം നമുക്ക് ഇതിനുള്ളിൽ ഫ്രീ എൻട്രിയാണ് കേട്ടോ. ആ 20 മിനിറ്റിനുള്ളിൽ നമ്മൾ ഇത് കയറിപ്പോയി തിരിച്ചിറങ്ങി വന്നിരിക്കണം. അതിനേക്കാൾ സമയം കൂടുവാണെങ്കിൽ നമ്മൾ പൈസ കൊടുക്കണം. ഫ്ലൈറ്റൊന്നും ഇറങ്ങുന്നൊന്നും കാണാൻ പറ്റൂല. ഒന്ന് ചാടുവേ വണ്ടിയെ, ഒന്നും കൂടി ചാടും. കണ്ണൂർ എയർപോർട്ട് കാണാൻ വേണ്ടിട്ട് ചേച്ചിക്ക് കാണാൻ വേണ്ടി മാത്രം കയറിയതാ. നമ്മൾ കാണാൻ വേണ്ടി മാത്രം ഇപ്പൊ ഇതിനകത്തേക്ക് കയറിയതാണ്. ഭയങ്കര കോംപ്ലിക്കേഷൻ ഉള്ള ഒരു എയർപോർട്ടാണ്. അങ്ങനെ നമ്മളെ അനുവദിക്ക് പോലും ഒന്ന് കാണിക്കാൻ വേണ്ടി. അങ്ങനെ അത് കണ്ണൂർ എയർപോർട്ടിന്റെ ഒരു പ്രത്യേകതയാണ്. അടിയിൽ ആഗമനം, വന്ന് ഇറങ്ങുന്നവർ അടിയിലെ വരുള്ളൂ. പുറപ്പാട് മുകളില്. ഒന്നും കാണാനൊന്നുമില്ല അവിടെ. പുറപ്പാടല്ല, പുറപ്പെടല്. പുറപ്പാടിന്റെ പുസ്തകം. സോറി. ഇത് താഴോട്ട് പോയി കഴിഞ്ഞാൽ ആഗമനം. ഇവിടെ ഈ പൈസ കൊടുക്കാനാണെങ്കിൽ അവിടെ മൊത്തം കറങ്ങും. അതെ, ഫ്ലൈറ്റ് അവിടെ ഇറങ്ങും. അവിടെ ലാൻഡിങ് സ്ഥലം, ആ ലൈറ്റ് ഉള്ള സ്ഥലം അല്ലേ? ആ ലൈറ്റ് കത്തുന്നതാണ് ലാൻഡിങ് സ്ഥലം. പക്ഷെ നമുക്ക് കാണാൻ പറ്റത്തില്ല. ഇതാണ് ഫുൾ എയർപോർട്ട് കണ്ടോ. ഇത് ഞാൻ പുറപ്പാടിന്റെ അടുത്തേക്ക് പോകുന്നത്. പോകുന്ന പുറപ്പെടലിന് കള്ളു കുടിച്ചിട്ടുണ്ടോ? ഐശു കാണാ, ഐശു ഒളകടയല്ല, അലവില്ല. അത് ഓവറിങ് മാത്രം അലവും. ഇവിടുന്ന് ലിഫ്റ്റ് താഴോട്ട് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ 2 സ്റ്റെപ്പാണ്. സമയം 47-20 മിനിറ്റ് കൂട്ടിക്കോ. കേരളത്തിലെ ഏറ്റവും ഇന്ത്യയിൽ തന്നെ 3ാം സ്ഥാനത്തേക്ക് എയർപോർട്ട് ആയിട്ടുണ്ട്. അങ്ങനെ നമ്മള് എയർപോർട്ടിൽ എത്തി. ഇന്റർനാഷണൽ ഇറങ്ങിയൊന്നും നോക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. നമ്മള് പെട്ടെന്ന് പോകണ്ടേ. അതിന്റെ മുകളിൽ കണ്ടോ, ഇതൊക്കെയാണ് സെറ്റപ്പ്. മുകളിൽ നോക്കി ചേച്ചി, ആ സൈഡ് കണ്ട് ഇവിടെ എല്ലാം ചെക്ക് ഇൻ ചെയ്യുന്ന സ്ഥലം അല്ലേ? അറിയില്ല, ഇപ്പൊ ഒന്നും ഫ്ലൈറ്റ് വരാൻ ഇല്ലെന്ന് തോന്നി. ഇപ്പൊ ചേട്ടാ ഞങ്ങൾ 10 മിനിറ്റും കൊണ്ട് തിരിച്ചെത്തി. നമ്മളങ്ങനെ ഇപ്പോൾ തിരിച്ച് ഇരിട്ടിയിലെത്തി കേട്ടോ. ഇരിട്ടി പാലമാണ് ഈ കാണുന്നത്, പഴയ പാലം. അപ്പം നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞു, ഇന്നത്തെ ട്രിപ്പ് എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ തന്നെ ഒത്തിരി താമസിച്ചു, സമയം ഒത്തിരി ലേറ്റായി. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കാണണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം ടാറ്റാ, ബൈ ബൈ.